ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഫെമീസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇസ്ലാഹിയ സെൻറ്ററിൽ അൽഹുദ മദ്രസയിലെ കുട്ടികൾ നടത്തിയൊരു എക്സ്പോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ നമ്പർ ആയത്. അങ്ങനെ കയറി കണ്ടു. നല്ല അടിപൊളി ഒരു പ്രോഗ്രാം തന്നെ ആയിരുന്നു കേട്ടോ. മാഷാ അല്ലാ. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ കുട്ടികൾ പറഞ്ഞു തന്നത്. നല്ല അവതരണം തന്നെ ആയിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു മക്കളാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഇതുപോലെ ഒരു കാടാണ് കേട്ടോ. ഈ കാട്ടിൽ വന്യമൃഗങ്ങളെക്കുറിച്ചും അതേപോലെ ഖുർആനിൽ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒട്ടകം, തേനീച്ച, ഉറുമ്പ്, ചെലന്തി, ഇവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾ വിശദീകരിച്ച് മനസ്സിലാക്കി തന്നു. ഒട്ടകത്തിന്റെ കാലിന്റെ പാത നോക്കൂ, അത് ഫ്ലാറ്റ് ആണ്. മണൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതിന്റെ കാല് മണലിന്റെ അടിയിൽ പൂന്തി പോവില്ല. നമ്മളൊക്കെ മണൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ കാല് മണലിന്റെ അടിയിൽ പൂന്തി പോവില്ല. അഥവാ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനത്തിന്റെ ടയർ മണലിക്കുന്നവർക്കും ദൃഷ്ടാന്തമുണ്ട്. ഇനി നമുക്ക് തേനീച്ചയെ കുറിച്ച് മനസ്സിലാക്കാം. തേനീച്ചയെ കുറിച്ചാണ്. തേനീച്ച എന്ന് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നിയെങ്കിലും ഇതിന് കുറെ പ്രത്യേകതകളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്ത് തേനീച്ചയിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? മിമിക്സിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം പരാഗം ചെയ്യുന്നതിൽ കൂടുതൽ പങ്കുള്ളത് ഇവർക്കാണ്. അപ്പോൾ പരാഗം ചെയ്യുന്നതിൽ പക്ഷേ ആൻസ് പറഞ്ഞാൽ അതിന് സെയിം സൈസ് വെയിറ്റുള്ള 60 ആൻസിനെ പൊതിക്കുകയും പിന്നെ അതിന് 30 hours ഉള്ളത് സർവൈവ് ചെയ്യും. ആൻസിന് ഇങ്ങനത്തെ ബേബി ആൻസിനെ വളർത്തുന്ന സ്ഥലമാണ് നീസു. പിന്നെ അതിന് മാറിയിട്ട് ഞാൻ സൂറത്തിൽ അങ്കബൂത്തിൽ വന്ന് അറിയുമ്പോൾ എത്ര അത്ഭുതകരമാണ് ഈ അറേഞ്ച്മെന്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് കണ്ണും നമ്മുടെ എല്ലാ ബോഡിക്കാർക്കും മൂക്ക് വഴി ലഭിക്കുന്ന ഓക്സിജനാണ് സ്വീകരിക്കുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുന്നു. ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ 17 തവണ കണ്ണ് ചിമ്മുന്നുണ്ട്. ഇതെന്തിനാണെന്ന് അറിയാമോ? നമ്മളുടെ കാറിന്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വൈപ്പർ ഇടാറില്ല. അതുപോലെ നമ്മുടെ കണ്ണ് ക്ലീൻ ചെയ്യാനാണ് കണ്ണിനെല്ലാം കുറിച്ച് പറയുന്നത്. സയൻസി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കണം. നെക്സ്റ്റ് കൂടി പോകണം. ഇനി നമുക്ക് ചെടിയെ കുറിച്ച് മനസ്സിലാക്കാം. ചുരുട്ടി പിടിച്ചതിനുള്ള വലിപ്പമാണ് ഹൃദയത്തിനുള്ളത്. ഹൃദയം നമ്മുടെ ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുകയും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ റൂൾസ് ആണ്. ഇതിൽ ഒന്നാമത്തേതായ ഷഹാദത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കുന്നത്. എന്താണ് ഷഹാദത്ത്? അത് ഈ സാക്ഷ്യപ്പെടുത്തൽ യഥാവിധി ശരിയായ രൂപത്തിലായെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം പരിപൂർണമാവുകയുള്ളൂ. അതായത് ഈ കാണുന്ന ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാക്ഷ്യപ്പെടുത്തൽ ശരിയായ രൂപത്തിലാണ്. അതിലൊക്കെ പിന്നെ വളർത്തിയതും നോക്കിയതുമെല്ലാം ഉമ്മയായ ആമിനയും വെല്ലിപ്പയായ അബ്ദുൽ മുത്തലിബുമാണ്. നബിയുടെ 6-ാം വയസ്സിൽ ഉമ്മയായ ആമിന മരണപ്പെട്ടു. പിന്നെ നബി നോക്കിയത് അബ്ദുൽ മുത്തലിബ്, വെല്ലിപ്പയായ അബ്ദുൽ മുത്തലിബായിരുന്നു. എൻ്റെ 8-ാമത്തെ വയസ്സിൽ വെല്ലിപ്പയും മരണപ്പെട്ടു. വീട്ടിലായിരുന്നു താൽക്കാലികമായി താമസിച്ചിരുന്നു. പിന്നെ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളി നിർമ്മിച്ചു. എന്നിട്ട് ഖുർആനിൽ കണ്ട എല്ലാ പിന്നെ പറഞ്ഞ എല്ലാ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടെ എത്തി. അങ്ങനെ എത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്തു? കണ്ണാടിയിലെത്തി. അല്ലെ, കണ്ണാടിയിലെത്തിയപ്പോൾ കണ്ണാടിക്ക് നോക്കാൻ പറഞ്ഞേ. എണ്ണമറ്റ അത്ഭുതങ്ങളും നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതിനേക്കാൾ എത്രയോ വലുത് കോടിക്കണക്കിന് ഗാലക്സികളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിൽ എത്രയോ ചെറുതാണ് നമ്മൾ വസിക്കുന്നത്. 2 മണിക്കൂറിലേറെ നീണ്ടു നിന്ന ഈ ഒരു എക്സിബിഷൻ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. എടുത്തു പറയാനുള്ളത് മയ്യത്ത് പരിപാലനം, അതുപോലെ തന്നെ കാഴ്ചശക്തി മനസ്സിലാക്കി തരാനുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നു അത്. പിന്നെ ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള വാല്യൂ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം ഞങ്ങളവിടെ അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. മയ്യത്ത് പരിപാലനമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള നല്ല വിശന്നിരിക്കുമായിരുന്നു എല്ലാവരും. അപ്പോൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു.
അപ്പോൾ ഇതിലൊരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. എന്തായിരുന്നു, ബീഫ് അബക്ക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഇതാണ് ആ സംഭവം കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ സൂപ്പ്, അതുപോലെ തന്നെ നൂൽ പൊറോട്ട, പിന്നെ ബീഫ് കറി, ഇതെല്ലാം കൂടെ കൂട്ടി അടിച്ച് പൊളിച്ച് കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. തൊട്ടടുത്തൊരു പാർക്ക് വന്നിട്ടുണ്ട് പുതിയ. അപ്പോൾ മോൾക്കവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് പാർക്കിലൊക്കെ ഒന്ന് പോയി കുറച്ച് നേരമൊക്കെ അവിടെ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. മുറുക്കി പിടിക്കൂ. അൽപ